മൂപ്പർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി കച്ചവടം ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്. അത് വേറൊരു ഭാഗത്ത്. ഒരു ഭാഗത്ത് ഈ കറാമത്തിനെ നിഷേധിക്കുക, അതിനെ എന്ത് ചെയ്യുക, പരിഹസിക്കുക, മറ്റുള്ള ആളുകളെ നടത്തുന്നുണ്ട് എന്ന് പറയാ. എന്നാലോ അവനവന്റെ വേദിയിൽ അത് നടത്തും ചെയ്യാം. ആ കറാമത്ത് കച്ചവടങ്ങളൊന്നും കണ്ടോളി. എന്ന് തുമ്പിൽ പോയി, ടെന്റിൽ പോയി, എന്നിട്ട് ഹബീബായ നബി തന്റെ ആടിനെ അറുത്തു. എന്നിട്ട് ബാർബറെ വിളിച്ചു. എന്നിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാവരുടെ ഒപ്പം പോരണം. ഈ ഹദീസ് മനസ്സിലാക്കണം. ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖ് അലൈഹി. റസൂലുള്ളാഹി ഹജ്ജിന്റെ വേളയാണ്, മനസ്സിലാവണില്ലേ പറഞ്ഞത്? ഹജ്ജിന്റെ വേളയാ. വന്നിട്ട് ടെന്റിൽ മീനയിൽ വന്നു, എന്നിട്ട് ജംറ എറിഞ്ഞു. എന്നിട്ട് റൂമിൽ ടെന്റിൽ വന്നു. എന്നിട്ട് ബാർബറെ വിളിച്ചിട്ട് എന്ത് ചെയ്തു? മുടി കളഞ്ഞിട്ടില്ല, കളയാൻ വേണ്ടി നിന്ന് കൊടുത്തു. ഷിക്കഹുൽ ഐമൻ, സുന്നത്തായ കാര്യമാണ്. എന്ത് സുന്നത്തായ കാര്യമാണ്? എന്ത്? വലഭാഗം കാണിച്ചു കൊടുക്കാൻ. ആദ്യം വലഭാഗം കാണിച്ചു കൊടുക്കാം. അങ്ങനെ വലഭാഗം കാണിച്ചു കൊടുത്തു. ഫഹല്ലഖഹു, ആ ബാർബർ വലഭാഗം വടിച്ചു. വടിച്ചു കഴിഞ്ഞപ്പോ ഹബീബായ നബി അബൂ ത്വൽഹത്തുൽ അൻസാരിയെ വിളിച്ചു. മുസ്തഫ നബിയുടെ എക്കാലത്തെയും സഹായിയാണ് അബൂ ത്വൽഹ. അബൂ ത്വൽഹ വിളിച്ചിട്ട് ആ മുടി വേഗം അബൂ ത്വൽഹത്തുൽ അൻസാരിയുടെ കയ്യിലേക്കാണ് കൊടുത്തു. ശ്രദ്ധിക്കണം, ആ മുടിയാണ് മനസ്സിലാക്കണം കേട്ടോ, വലിച്ചെറിയാനല്ല. എന്തിനാന്ന് പിന്നെ പറഞ്ഞുതരാം. കൊടുത്തു. പിന്നെ എന്നിട്ട് ഇടഭാഗം കാണിച്ചു കൊടുത്തു. അപ്പോൾ ബാർബർ ഇടഭാഗവും വടിച്ചു. പിന്നെയും അബൂ ത്വൽഹ വിളിച്ചു. എന്നിട്ട് ആ ഇടഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു. മനസ്സിലായില്ല? വലഭാഗത്തെ മുടിയും അബൂ ത്വൽഹ കൊടുത്തു, ഇടഭാഗത്തെ മുടിയും കൊടുത്തു. എന്നിട്ട് ഫഖാല, ഹബീബായ നബി പറഞ്ഞു, ഇഖ്സിമുഹു ബൈനന്നാസ്, ഇഖ്സിമുഹു ബൈനന്നാസ്. ഇത് മനുഷ്യർക്കിടയിൽ, ഇത് സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്യുക. എന്തേ? കുഴിച്ചിടാനല്ല പറഞ്ഞു. ഹബീബായ നബിയുടെ മുടിയുടെ ബറക്കത്തിന് വേണ്ടിയിട്ട് എന്താ നീ ഇതിനൊരു മറുപടി പറ? ഇതിന് മറുപടി അറിയാം. എന്താ അതിന് മറുപടി അറിയാം? എന്താ ഇതിന് മറുപടി അറിയാം? ഹബീബായ നബി യഖ്സിമുഹു ബൈനന്നാസ്, യഖ്സിമുഹു ബൈനന്നാസ്. മറുപടി പറയട്ടെ. വലിയ വലിയ കേസറ്റുകളൊക്കെ ഇറങ്ങുന്നല്ലോ ഷാർജയിൽ നിന്ന്. പറയാതിന് മറുപടി വളരെ ചിന്തിക്കണം. വായ തുറന്നിട്ട് മനുഷ്യനെ നശിപ്പിക്കാൻ ഇറങ്ങിയവന്റെ പിന്നാലെ കൂടരുത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. കള്ളന്മാരിറങ്ങി വരും. അസ്ലുള്ള ദീൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കട്ടെ. അല്ലാഹു തആല അസ്ലുള്ള ദീനിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇത് പറ സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം, മുത്തഫഖ് അലൈഹി ഹദീസ. ഇതും ലൈഫാക്കിയ പിന്നെ നിന്റെ കഥ എന്താണ്? അപ്പോ ഹദീസ് ഉദ്ധരിച്ചിട്ട് കണ്ണു ചിമ്പി പറഞ്ഞിട്ട് നമ്മളോട് പറയാണ് ഇതും ലൈഫാക്കിയാൽ പിന്നെ നിന്റെ കഥ എന്താണ്? ഇവരെ വിചാരം നമുക്ക് പറ്റാത്തതൊക്കെ നമ്മൾ ലൈഫാക്കാൻ പ്രത്യേക യന്ത്രം നമ്മളെടുത്തിട്ടുണ്ട്. ആ ഹദീസ് അയക്കാൻ ഇടുക, 4 തിരിച്ചിൽ തിരിച്ച ലൈഫ് സഹീഹ്. ഞങ്ങൾ അങ്ങനെ 4 തിരിച്ചിലിച്ച് ഇതിനായിട്ട് യന്ത്രം കൊണ്ടെടുക്കണമൊന്നുമില്ല. പൂർവികരായ അഹ്ലു സുന്നത്തിന്റെ ആലിമികൾ സ്വീകരിച്ച അതേ പ്രമാണം തന്നെയാണ് ഏത് ഹദീസിനോട് ഞങ്ങൾ പുലർത്തുന്നത്. ഈ ഹദീസിനെ ഞങ്ങൾ തള്ളിക്കളഞ്ഞിട്ടില്ല, അതൊരു സത്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സ്വഹാബികൾക്കിടയിൽ വിതരണം ചെയ്തിട്ടുണ്ട്. അതിന്റെ സംഭവം മൂപ്പര് പറയില്ല എന്നുള്ളൂ, സമയമില്ലാത്തതുകൊണ്ട് ഞാനും പറയുന്നില്ല. ശരി, അത് സ്വഹാബികൾ സൂക്ഷിച്ചിട്ടുണ്ട്. എന്നാ മൂപ്പര് അത് കൊണ്ടുവരുന്നത് എന്തിനാ? ആ മുടിന്റെ ഹദീസ് കൊണ്ടുവരുന്നത് എന്തിനാ? കേട്ടോളി. പറഞ്ഞു യഖ്സിമുഹു ബൈനന്നാസ്, യഖ്സിമുഹു ബൈനന്നാസ്. ഇത് വിതരണം ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടി വിതരണം ചെയ്തിട്ടുണ്ട്. ഈ ലോകത്തിന്റെ നാനാഭാഗത്തും ഈ മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്. എവിടെയുണ്ട്? സാന്ദർഭികമായി പറയട്ടെ, വെല്ലൂരിൽ നിന്ന് സനദുള്ള ഹബീബായ റസൂലുള്ളാഹിയുടെ മുടിയിൽ വെള്ളം കുടിക്കൽ സ്വഹാബികളെ പതിവാണ്. റഹ്മത്തുള്ള വെറുതെ പറയുകയല്ല. ഞാൻ കാണിച്ചു. വെല്ലൂരിൽ നിന്ന് ഹബീബായ റസൂലുള്ളാഹിന്റെ മുടിയിട്ട സനദുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. 2 കുപ്പിയിലുണ്ട്. അത് ദാറുൽ ഖുർആനിലേക്ക് 25,000 രൂപ വീതം ചെയ്യാൻ ഈ സദസ്സിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാവാട് ഉസ്താദ് അവർക്കത് നൽകുന്നതാണ്. 2 കുപ്പി വെള്ളം, 2 ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സനദുള്ള വെല്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളാണ്. സനദുള്ള വെള്ളാണ്. എന്തെങ്കിലും തോന്നിയത്. അപ്പൊ എന്തിനാണ് യഥാർത്ഥത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് എന്തിനാ? ദാറുൽ ഖുർആനിക്ക് 25,000 ഉൾപ്പെട്ടണം. അതിനാണ് ഹദീസ്. അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി സ്വഹാബികൾ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് സൂക്ഷിച്ചു വെച്ചു എന്നും അത് മരിക്കുന്നത് വരെ അവർ എടുത്തിരുന്നു എന്നും
ഒക്കെ ഹദീസിലുണ്ട്, അതിനൊന്നും എതിർത്തിട്ടില്ല. പക്ഷെ ഇവരെന്തിനാ ഹദീസ് കൊണ്ടുവരുന്നത്? അതിട്ട വെള്ളം വിൽക്കാന്. 5 പൈസ 10 പൈസ അല്ലെങ്കിൽ 50 പൈസ, 1 റുപ്യ 2 റുപ്യക്കൊക്കെ സാധാരണക്കാരായ ആൾക്കാർക്ക് അതിന്റെ പോരിശണ്ട് കുടിക്കാൻ കൊടുക്കല്ല. 15,000 റുപ്യ 25,000 റുപ്യ തന്നാ, ദാറുൽ ഖുർആൻ തന്നാ ബാവാട്ട് ഉസ്താദിന്റെ അടുത്തുണ്ട്, ഞങ്ങൾ വാങ്ങിക്കോളിന്ന്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ സനതുണ്ട് മറ്റതുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുന്നതിനാ? കച്ചവടത്തിനാ. അപ്പൊ കറാമത്തിന്റെ കച്ചവടം എതിർത്ത കാസിന് ഇപ്പുറത്ത് റസൂലുള്ളാഹിന്റെ മുടിയിട്ട വെള്ളം കച്ചവടം ചെയ്യാം. വൈരുദ്ധ്യം നോക്കൂ നിങ്ങൾ. കാപട്യ മനസ്സല്ലത്. സമൂഹത്തിന് മുമ്പിൽ ശിർക്ക് പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഒരു മുഖം, മറ്റൊരു സ്ഥലത്ത് മറ്റൊരു മുഖം. ഒക്കെ എന്താ? പടമ്പ കൈക്കോട്ട് ഇങ്ങോട്ട് മാന്താനാ. മറ്റുള്ളവർക്ക് കിട്ടരുത്, ഒക്കെ നമുക്ക് കിട്ടണമെന്നാ. അതിന് വേണ്ടിയിട്ടാണ് ഒരു ഭാഗത്ത് അത് പറയാ, വേറെ ഭാഗത്ത് പറയാ. ഇതിനല്ലേ മുനാഫിക്കിന്റെ ലക്ഷണം എന്ന് പറയാ? സഹോദരങ്ങളെ, സനതുള്ള മുടി, വെല്ലൂരിന്ന് കൊണ്ടുവന്ന മുടി, എവിടെ അതിന്റെ സനത? ഒന്ന് ഉദ്ധരിക്കി. അതിന്റെ സനതൊന്നും നിങ്ങൾ ഉദ്ധരിക്കി. അപ്പൊ കാണിച്ചാൽ അതിന്റെ കോലം. പണ്ട് മർക്കസിൽ കൊണ്ടുവന്നീനു. ഏത്? അസ്രത്ത് ബാൽ പള്ളിയിൽ നിന്ന് കിട്ടിയതാണ് അത്രയും പറഞ്ഞിട്ട് കൊണ്ടുവന്നതാ. എന്താ അതിന്റെ സനത്? അതിന്റെ സനത് കാശ്മീരിലെ ഫാറൂഖ് അബ്ദുള്ള. നല്ല റിവായത്ത്, നല്ല സനതാ. കാശ്മീരിലെ രാഷ്ട്രീയ രംഗത്ത് ഇത്ര ദുഷ്ടനായ മോശപ്പെട്ടൊരു മനുഷ്യൻ പാറല്ല. ഓന്റെതാ അപ്പൊ ബൽക്കുള്ള ഏറ്റവും വലിയ സ്വീകാര്യയോഗ്യമായ സനത്. അമ്മ എടുത്തതാ കൊണ്ടുവന്നിരുന്നത്. എന്നിട്ടോ ഈ രൂപത്തിൽ സഹോദരങ്ങളെ സനതുള്ള മുടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ ഇവിടെ ഇല്ല. അതുണ്ടെങ്കിൽ സ്വഹാബികൾ സൂക്ഷിച്ചു വെച്ച പോലെ നമുക്ക് സൂക്ഷിച്ചു വെക്കാം, എടുത്തു വെക്കാം. പക്ഷെ ഇന്ന് ആ മുടി സ്വീകാര്യയോഗ്യമായി എവിടെ? ആസാറുൻ നബവിയിൽ വളരെ വ്യക്തമായി തന്നെ തൊയ്മൂറിന്റെ ഗ്രന്ഥത്തിൽ അത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു സംഗതി ഇന്ന് ലോകത്ത് എവിടെയും സനദോടുകൂടി രേഖപ്പെടുത്തിയിട്ടില്ല. സനദോടുകൂടി രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന്റെ സനദിന്റെ ഒക്കെ കോലം എന്താന്ന് ചോദിച്ചാൽ, പണ്ട് കാശ്മീരിൽ ഹസ്രത്ത് ബാൽ പള്ളി, റസൂലുള്ളാഹിന്റെ ഹസ്രത്ത് ബാൽ എന്ന് പറഞ്ഞാല് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടിപ്പള്ളിയിലാ. അപ്പൊ അവിടെ നബീന്റെ മുടി സൂക്ഷിച്ചിരുന്നു, അത് കളവുപോയി. ഭയങ്കര പ്രശ്നം. ചില ആളുകൾ പ്രചരിപ്പിച്ചു RSS കൊണ്ടേതാണ്. ഓലമേത്ത് കണ്ടിട്ട് അവിടെ ആകെ കലാപായി, പ്രശ്നങ്ങളായി. അവസാനം അവിടുത്തെ ഒരു IG എന്ത് ചെയ്തു? ഈ പ്രശ്നം ഒതുക്കാൻ വേണ്ടി ഒരു തന്ത്രം ചെയ്തു. എല്ലാവരും ശാന്തമായിരിക്കും, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന്. മൂപ്പർ അവിടെ പോയി, അവിടെ ഇവിടെ പോയി എവിടുന്നോ ഒരു മുടിയെടുത്ത് നല്ലൊരു തിളക്കുള്ള ബോട്ടിലൊക്കെ ഇട്ട് കൊണ്ടുവന്ന് എല്ലാ ആലിമ്യങ്ങളും കടന്നു വരിക, മുടി കിട്ടിയിട്ടുണ്ട്, പ്രശ്നങ്ങളൊക്കെ ഒതുക്കണമെന്നാണ്. എല്ലാവരും വിളിച്ചെടുത്തി, എല്ലാവരും മേശയ്ക്ക് ചുറ്റിയിരുന്ന്. അങ്ങനെ ഞാൻ തുറക്കാൻ പോകണമായിരുന്നു. മൂപ്പരെ മുന്നിൽ തുറന്ന് കാണിച്ചു കൊടുത്താ ഇതല്ലേ മുടി. മുസ്ലിയാക്കന്മാരൊക്കെ നോക്കി, അവിടുത്തെ വലിയ ആലിമ്യങ്ങളൊക്കെ നോക്കി, ഇതന്നെ മുടി. മൂപ്പരെ ഇവിടുന്ന് ഒരു മുടി കുപ്പിയിലിട്ട് ഉള്ളതാ. ഇതാപ്പോ ഇതിന്റെയൊക്കെ കഥ. എന്നിട്ട് അതെടുത്തിട്ട് ഉളുപ്പില്ലാതെ പറയുകയാണെന്ത്? സ്വഹാബികൾ അത് സൂക്ഷിച്ചിട്ടുണ്ട്, ഞങ്ങളെ തള്ളിയിട്ടില്ല, ഞങ്ങളെ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വിറ്റ വള്ളം വിറ്റ് കായ് ഉണ്ടാക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത് അല്ലേ? നിങ്ങളെ സദസ്സിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹാജരാകലുണ്ട് ഞങ്ങൾ പറയുന്നത്. സത്യത്തിൽ ഞാനേ വിശ്വസിക്കില്ല. കാരണം എന്താ? നബിയറ്റ സഹോദരങ്ങളെ ഇവരെ സദസ്സിൽ ഹാജരായിക്കണമെങ്കിൽ തിരിച്ചു പോകുമ്പോൾ ഒറ്റ മുടി ഉണ്ടാവില്ല മേത്ത്. കാരണം എന്താ? ഇവര് നബിനെ പിടിച്ചോ എന്നിട്ടുള്ള മുടി മുഴുവൻ മറിച്ചു. കാരണം ഇവർക്ക് കച്ചവടം ചെയ്യാനാണ്.